നമസ്കാരം. നമ്മളിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇപ്പോഴത്തെ ഒരു ഹോട്ട് ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന ടീം വന്നില്ലേ? അപ്പൊ തൊട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, സഞ്ജു സാംസൺ എവിടെ? അല്ലേ? അതെ, വലിയ ചർച്ചയായി അത് മാറിയിട്ടുണ്ട്. ഈ ഒഴിവാക്കല് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഒരു കോളിളക്കം തന്നെ ഉണ്ടാക്കി. ശരിയാണ്. ഇതില് നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ എന്തുകൊണ്ട് സഞ്ജുവിനെ ഒഴിവാക്കിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ മറുവശത്ത് മുൻ സെലക്ടർ കൃഷ്ണമാചാരി ശ്രീകാന്ത് അദ്ദേഹം ഇതിനെതിരെ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നു. BCCIയെയും അഗാർക്കറെയും ഒക്കെ ഒരുപാട് വിമർശിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് ഭാഗവും ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ടല്ലേ? അതെ. അപ്പോ എന്താണ് ഇതിന് പിന്നിലെ ശരിക്കുള്ള കാരണം? അഗാർക്കർ ഈ പറയുന്ന ബാറ്റിംഗ് പൊസിഷൻ തന്നെയാണോ പ്രശ്നം, അതോ ശ്രീകാന്ത് പറയുന്ന പോലെ വേറെ എന്തെങ്കിലും അണിയറ കഥകൾ ഇതിന് പിന്നിലുണ്ടോ? നമുക്ക് അഗാർക്കറുടെ ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാം. ശരി. അപ്പോ ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ മുന്നോട്ട് വെക്കുന്ന പ്രധാന കാരണം അത് സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷനാണ്. വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. സഞ്ജു പ്രധാനമായും ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആണ്. അതായത് 1, 2, 3 സ്ഥാനങ്ങളിൽ കളിക്കുന്ന ആൾ. അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. സഞ്ജു ഏകദിനത്തിൽ ആ ആദ്യത്തെ സെഞ്ചുറി നേടിയത് ഓർമ്മയില്ലേ? സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടില്. അത് 3-ം നമ്പറിലാണ്. അപ്പോ അഗാർക്കർ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്നാണ്, തെറ്റുണ്ടെങ്കിൽ തിരുത്താമെന്നൊക്കെ. പക്ഷേ പോയിന്റ് ക്ലിയർ ആണ്, സഞ്ജു നന്നായി കളിക്കുന്നത് ടോപ്പ് ഓർഡറിലാണ്. പക്ഷേ ടീമിനിപ്പോ നിലവിൽ ആവശ്യമുള്ളത് മിഡിൽ ഓർഡറിൽ കളിക്കുന്നവരെയാണ്. അതായത് ഒരു 5, 6, 7 നമ്പറിൽ അല്ലെങ്കിൽ ഒരു ഫിനിഷർ റോളിൽ കളിക്കാൻ പറ്റുന്നവരെ. അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പോ KL രാഹുൽ ഉണ്ടല്ലോ, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ട് 5-ാം നമ്പറിൽ സ്ഥിരം കളിക്കുന്നുണ്ട്. അതെ. പിന്നെ പുതിയ പയ്യൻ ധ്രുവ് ജുറേൽ, അവനും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ്. അവൻ ഡൊമസ്റ്റിക്കിലും IPL-ലും ഒക്കെ ഈ മിഡിൽ ഓർഡറിലും താഴെയും നന്നായി കളിച്ചിട്ടുണ്ട്. അപ്പോ ഇവര് രണ്ടാളും ഉള്ളതുകൊണ്ട് ടോപ്പ് ഓർഡറിലെ സഞ്ജുവിന് അവിടെ സ്പേസ് ഇല്ല എന്നാണോ അഗാർക്കർ പറയുന്നത്? അതുതന്നെ, കൃത്യമായി അതാണ് അഗാർക്കറുടെ വാദം. അദ്ദേഹം ജുറേലിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്, നല്ല കഴിവുള്ള പ്ലെയറാണ്, ഭാവി വാഗ്ദാനമാണ് എന്നൊക്കെ. പിന്നെ ടീമിൽ ആ സ്ഥാനങ്ങളിൽ, അതായത് മിഡിൽ ഓർഡർ കീപ്പർ റോളിൽ ഇപ്പോൾ ഒഴിവുകൾ കുറവാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ് എന്നും പറയുന്നു. സഞ്ജു T20-ൽ രാജസ്ഥാന് വേണ്ടി ചിലപ്പോൾ താഴോട്ട് ഇറങ്ങി കളിക്കാറുണ്ട്. പക്ഷേ ഏകദിനത്തിലെ സിറ്റുവേഷൻ വേറെയാണല്ലോ. അവിടെ ടോപ്പ് ഓർഡർ തന്നെയാണ് സഞ്ജുവിന്റെ പ്രധാന സ്ഥലം എന്നാണ് അഗാർക്കർ പറയുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇത് സഞ്ജുവിന്റെ കഴിവിന്റെ പ്രശ്നമല്ല, ഫോമിന്റെ പ്രശ്നമല്ല. ടീമിന്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചറിൽ അദ്ദേഹത്തിന് പറ്റിയൊരു പൊസിഷൻ ഇല്ല. അതാണ് ഒഫീഷ്യൽ റീസൺ. പക്ഷേ ഇതിനോടാണ് നമ്മുടെ മുൻ സെലക്ടർ കൃഷ്ണമാചാരി ശ്രീകാന്ത് ശക്തമായി വിയോജിക്കുന്നത് അല്ലേ? അതെ, വളരെ ശക്തമായിട്ട്. ഇത് സഞ്ജുവിനോട് കാണിക്കുന്ന അനീതിയാണ്, ശുദ്ധ അസംബന്ധമാണ് എന്നൊക്കെയാണ് ശ്രീകാന്ത് പറയുന്നത്. ഇവിടെയാണ് ഈ വിശകലനം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ശരിയാണ്. ശ്രീകാന്ത് ശരിക്കും പൊട്ടിത്തെറിക്കുന്ന ഒരു പോയിന്റ് ഈ ബാറ്റിംഗ് പൊസിഷൻ എന്ന കാരണം പറയുമ്പോഴാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇതെന്തൊരു തമാശയാണ്, സഞ്ജുവിനെ ഇതിനു മുമ്പ് 5-ാം നമ്പറിൽ കളിപ്പിച്ചിട്ടില്ലേ? സ്ഥിരമായിട്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെ 5-ാം നമ്പറിൽ കളിച്ച് മാൻ ഓഫ് ദി സീരീസ് ആയതൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് ശരിയാണ്. ചിലപ്പോൾ 6-ാം നമ്പറിൽ 7-ൽ 8-ൽ വരെ കളിപ്പിച്ചിട്ടുണ്ട്. സിംബാബ്വേയിൽ ഓപ്പൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും ഇല്ലാത്ത ഈ പൊസിഷൻ പ്രശ്നം ഇപ്പോൾ ഈ ഓസ്ട്രേലിയൻ സീരീസ് വന്നപ്പോൾ മാത്രം എങ്ങനെ വന്നു? ഇതാണ് ശ്രീകാന്തിന്റെ ചോദ്യം. ഇതൊരു കാപട്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ വാലിഡ് ആയ ഒരു പോയിന്റാണ്. കാരണം സഞ്ജു പല പൊസിഷനിലും കളിച്ചിട്ടുണ്ട് ടീമിന് വേണ്ടി. ശ്രീകാന്ത് അവിടെ നിർത്തുന്നില്ല. അദ്ദേഹം ഈ ധ്രുവ് ജുറേലിന്റെ പെട്ടെന്നുള്ള ഈ വരവിനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ജുറേൽ നല്ല കളിക്കാരനായിരിക്കാം, പക്ഷെ ഒരു അന്താരാഷ്ട്ര മത്സരം പോലും കളിച്ചിട്ടില്ല. അതേസമയം സഞ്ജു ടീമിന്റെ കൂടെയുണ്ട്. അവസരം കിട്ടിയപ്പോ ഏകദിനത്തിൽ 50-ന് മുകളിലാണ് ആവറേജ്. നല്ല ആവറേജ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സഞ്ജുവിനെ മറികടന്ന് ജുറൽ എങ്ങനെ സ്ക്വാഡിൽ വന്നു? പ്ലേയിങ് 11ന്റെ കാര്യം പോട്ടെ, സ്ക്വാഡിലെങ്കിലും ആദ്യത്തെ പരിഗണന സഞ്ജുവിന് കൊടുക്കണ്ടേ? ഇത്രയും കാലം ടീമിന്റെ കൂടെ നടന്ന ഒരാളല്ലേ? ശരിയാണ്, ഒരു മിനിമം മര്യാദ പ്രശ്നം കൂടിയുണ്ടല്ലേ? അതെ, ഒരു മുൻ സെലക്ടർ എന്ന നിലയിൽ ഈ സെലക്ഷനിലെ ഒരു സുതാര്യത ഇല്ലായ്മയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ശ്രീകാന്ത് വീണ്ടും ആ സെഞ്ചുറിയുടെ കാര്യം ഓർമ്മിപ്പിക്കുന്നു. സഞ്ജു കളിച്ച ലാസ്റ്റ് ഏകദിനം സൗത്ത് ആഫ്രിക്കയിൽ അവരുടെ നാട്ടിൽ ചെന്ന് സെഞ്ചുറി അടിച്ചു. എന്നിട്ട് അടുത്ത സീരീസിൽ ടീമിലില്ല. എന്താണ് ഇതിന്റെ ഒക്കെ ഒരു ലോജിക്? അദ്ദേഹം പറയുന്നത് ഓരോ കളിക്കാരനും ഓരോ ദിവസം ഓരോ കാരണം പറഞ്ഞ് ഒഴിവാക്കുകയാണ്. ഇന്ന് 5-ാം നമ്പറിൽ നന്നായി കളിച്ചാൽ നാളെ പറയും ഓപ്പൺ ചെയ്യാൻ. അവിടെ ക്ലിക്കായില്ലെങ്കിൽ കണ്ടോ, അവൻ ആ പൊസിഷനിൽ ശരിയല്ല എന്ന് പറയും. ഇത് ശരിയല്ല എന്നാണ് ശ്രീകാന്തിന്റെ ഒരു രോഷം. ശരിയാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നല്ല ദേഷ്യമുണ്ട്. അപ്പോ ഉദാഹരണത്തിന് ഏഷ്യ കപ്പിന്റെ കാര്യം, അവിടെ സഞ്ജു റിസർവ് ആയിരുന്നു, പിന്നെ ടീമിലെത്തി. കളിച്ച മത്സരങ്ങളിൽ പൊസിഷൻ മാറി മാറി വന്നു. 3-ാം നമ്പർ, 5-ാം നമ്പർ, ചിലപ്പോൾ ബാറ്റ് ചെയ്യാനേ കിട്ടിയില്ല. എന്നാലും ടീം മാനേജ്മെന്റ് അദ്ദേഹത്തെ കളിപ്പിച്ചല്ലോ. അന്ന് ഈ പൊസിഷൻ ഒരു വലിയ വിഷയമായില്ല. അതൊരു നല്ല ഒബ്സർവേഷൻ ആണ്. കാരണം അന്ന് ടീമിൽ ജിതേഷ് ശർമ്മയും ഉണ്ടായിരുന്നു, ലോവർ ഓർഡറിലേക്ക് നോക്കാവുന്ന ഒരാള്. എന്നിട്ടും സഞ്ജുവിന് അവസരം കൊടുത്തു. അപ്പൊ അതിന്റെ അർത്ഥം അന്ന് സഞ്ജുവിനെ ടീമിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പൊസിഷന്റെ കാര്യത്തിൽ ഒരു ഫ്ലെക്സിബിലിറ്റി കാണിക്കാൻ ടീം തയ്യാറായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഓസ്ട്രേലിയൻ സീരീസ് വന്നപ്പോൾ മാത്രം എന്തുകൊണ്ട് ഇത്ര ഒരു സ്ട്രിക്റ്റ് ആയ നിലപാട്, ഒരു മാറ്റവും ഇല്ലാത്തൊരു പൊസിഷൻ വാദം? ഇത് അഗാർക്കറുടെ വിശദീകരണത്തെ കുറച്ചൊന്ന് ദുർബലമാക്കുന്നില്ലേ? തീർച്ചയായും. വേറൊരു കാര്യം സഞ്ജുവിന്റെ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ്. അദ്ദേഹം പൊതുവെ ശാന്തനാണ്, അധികം പ്രതികരിക്കില്ല. അപ്പോ അതുകൊണ്ട് ടീം മാനേജ്മെന്റിന് അദ്ദേഹത്തെ കുറച്ചുകൂടി ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം ഒരു തരത്തിൽ മുതലെടുക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ആംഗിളും ഉണ്ടല്ലേ? അതെ, അതായത് ടീമിൽ എടുത്താലും ഇല്ലെങ്കിലും വലിയ ഒച്ചപ്പാടോ വിവാദമോ ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് സഞ്ജുവിനെ ഒഴിവാക്കാം എന്ന് ചിന്തിക്കാൻ എളുപ്പമാണോ? സഞ്ജുവിനോട് ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവായിട്ട് അവർ പറയുന്നത് നേരത്തെ പറഞ്ഞ സൗത്ത് ആഫ്രിക്കൻ സെഞ്ചുറി തന്നെയാണ്. 2023 അവസാനം ആ സെഞ്ചുറിക്ക് തൊട്ടു പിന്നാലെ വന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള T20 സീരീസിൽ നിന്ന് സഞ്ജുവിനെ പൂർണ്ണമായി ഒഴിവാക്കി. ശരിയാണ്, അത് വലിയ വാർത്തയായിരുന്നു. അതെ,
അപ്പോൾ ഒരു സെഞ്ചുറി അടിച്ച കളിക്കാരനോട് ഇതാണോ സമീപനം? ഇത് ആ വാദത്തിന്, അതായത് സഞ്ജു അധികം പ്രതികരിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ എളുപ്പം ഒഴിവാക്കുന്നു എന്ന വാദത്തിന് നല്ല ബലം കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശരിക്കും കരിയറിന്റെ ഒരു പ്രധാനപ്പെട്ട സമയത്താണല്ലോ സഞ്ജു. പ്രായം ഒരു 29-30 ആയി. അതെ. ഇനിയും അവസരങ്ങൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരുന്നാൽ അത് വലിയ പ്രശ്നമാണ്. ശരിയാണ്, ഇന്ത്യക്ക് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, ടാലന്റ് പൂൾ വലുതാണ്, ടീം കോമ്പിനേഷൻ നോക്കണമെന്നൊക്കെ ശരി തന്നെ. പക്ഷേ കിട്ടിയ അവസരങ്ങളിലൊക്കെ, അതും ലിമിറ്റഡ് അവസരങ്ങളിൽ 50-ന് മുകളിൽ ആവറേജ് നിലനിർത്തുന്ന ഒരാൾക്ക് ഇതിലും നല്ല പരിഗണന വേണ്ടേ? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അതെ. ഇതിന്റെയൊക്കെ ഒരു ബിഗ് പിക്ചർ നോക്കുമ്പോൾ യഥാർത്ഥ കാരണം വേറെന്തോ ആകാം. അതിന്റെ അർത്ഥം ഏകദേശം പറഞ്ഞാൽ പരിപ്പ് കരിഞ്ഞിരിക്കുന്നത് വേറെ എവിടെയോ ആണ്. അതായത് നമ്മൾ ഈ കാണുന്നതോ പറയുന്നതോ ആയ കാരണമല്ല ശരിക്കുള്ള പ്രശ്നം. പിന്നിൽ വേറെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. ഓഹോ. ഇത് ശരിക്കും സെലക്ഷൻ കമ്മിറ്റിയുടെയും മാനേജ്മെന്റിന്റെയും തീരുമാനങ്ങളുടെ സുതാര്യതയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ശരിയാണ്. അപ്പോൾ അഗാർക്കർ പറയുന്ന കാരണം പൂർണ്ണമായും ശരിയല്ല എന്നൊരു സൂചനയാണത്. അതെ. ശ്രീകാന്തും ഈ വിശകലനവും പരോക്ഷമായി അതാണ് പറയുന്നത്. അഗാർക്കറിന്റെ കാരണം അത്ര സ്ട്രോങ് അല്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സഞ്ജുവിന്റെ ഈ ഒഴിവാക്കലിന് പിന്നിൽ 2 ശക്തമായ എന്നാൽ വിപരീതമായ വാദങ്ങളുണ്ട്. ഒന്ന്, അജിത് അഗാർക്കർ പറയുന്ന ഒഫീഷ്യൽ റീസൺ, അതായത് ടീമിന്റെ ഇപ്പോഴത്തെ ആവശ്യം വെച്ച് സഞ്ജുവിന്റെ സ്ഥിരം ബാറ്റിംഗ് പൊസിഷനിൽ സ്ഥലമില്ല. ശരി. 2, കൃഷ്ണമാചാരി ശ്രീകാന്തും ഈ വിശകലനം പറയുന്നത് പോലെ ഇതൊരു അനീതിയാണ്. ഈ പറയുന്ന കാരണം വെറും പൊള്ളയാണ്. ശ്രീകാന്ത് പറഞ്ഞ പോലെ ഇതൊരു ബഹാന, വെറും ഒരു ഒഴികഴിവാണ്. അതെ, 2 തീർത്തും വ്യത്യസ്തമായ നിലപാടുകൾ. ഇതിലെ ശരി ഏതാണ്, തെറ്റേതാണ്, ഏത് വാദമാണ് കൂടുതൽ ശരി, ആരാണ് സത്യം പറയുന്നതെന്നൊക്കെ തീരുമാനിക്കേണ്ടത് തീർച്ചയായും നിങ്ങളാണ്, കേൾക്കുന്നവരാണ്. അപ്പോൾ അവസാനമായിട്ട് ഒരു ചോദ്യം നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട്. ഈ ചർച്ചയൊക്കെ കേട്ടതിന്റെ വെളിച്ചത്തിൽ ഒരു കളിക്കാരന്റെ സ്ഥിരതയുള്ള പ്രകടനം അതെത്ര നല്ലതാണെങ്കിലും ഇന്ത്യൻ ടീം പോലെ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു ടീമിൽ സ്ഥാനം കിട്ടാൻ അത് മാത്രം മതിയോ? അതൊരു നല്ല ചോദ്യമാണ്. അതോ ടീമിന്റെ ആവശ്യം, ടാക്ടിക്സ്, അതിനനുസരിച്ച് ഏത് പൊസിഷനിലും കളിക്കാനുള്ള ഒരു സന്നദ്ധത അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, അതൊരു കളിക്കാരന്റെ കരിയറിനെ എത്രത്തോളം ബാധിക്കും? ഈ സഞ്ജു സാംസന്റെ ഇപ്പോഴത്തെ സാഹചര്യം ഒരു പക്ഷേ ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണോ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതെ, നിങ്ങളെ അഭിപ്രായങ്ങളും ചിന്തകളും ഉണ്ടാകും. അതിനായി ഈ ചോദ്യം വിടുന്നു.